സ്വന്തം ചോരയിൽ പിറന്ന 2.5 മാസം പ്രായമുള്ള ആൺകുഞ്ഞിനെ വിൽക്കാൻ ശ്രമിച്ച എസം സ്വദേശിയായ പിതാവ് ഉൾപ്പെടെ 3 പേരെ കുമരകം പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവം അറിഞ്ഞ അമ്മയും നാട്ടുകാരും ചേർന്ന് പോലീസിനെ വിവരം അറിയിച്ചതോടെയാണ് ഈ ഞെട്ടിക്കുന്ന കച്ചവടം പുറത്തായത്. കുഞ്ഞിന് അച്ഛനിട്ട വില 50,000 രൂപയായിരുന്നു. കോട്ടയം കുമ്മനത്തെ ഒരു ലോണ്ടറി ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന അസം സ്വദേശിയായ യുവാവാണ് തന്റെ കുഞ്ഞിനെ വിൽക്കാൻ ശ്രമിച്ചത്. ഈരാറ്റുപേട്ടയിൽ താമസിക്കുന്ന ഉത്തർപ്രദേശ് സ്വദേശിയായ അർമാൻ എന്നയാൾക്കാണ് 50,000 രൂപയ്ക്ക് കുഞ്ഞിനെ വിൽക്കാൻ ശ്രമിച്ചത്. ഇടപാടിൽ 1000 രൂപ അഡ്വാൻസും കൈപ്പറ്റിയിരുന്നു. കുഞ്ഞിനെ വിൽക്കാൻ ഇതിനു മുൻപും 2 തവണ ഇയാൾ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഇയാൾ ജോലിക്കൊന്നും പോയിരുന്നില്ല. മറ്റ് അന്യസംസ്ഥാന തൊഴിലാളികളിൽ നിന്നും പണം കടം വാങ്ങി ലോട്ടറി എടുക്കുന്നതും ചീട്ട് കളിക്കുന്നതുമാണ് ഇയാളുടെ ഹോബി. ഇയാളുടെ കുടുംബത്തിന്റെ ചിലവുകൾ വഹിച്ചിരുന്നതും മറ്റ് തൊഴിലാളികൾ തന്നെയായിരുന്നു. ഇന്നലെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ അർമാനും ഇടനിലക്കാരനായ ഡാനിഷ് ഖാനും എത്തിയപ്പോഴാണ് കുഞ്ഞിന്റെ അമ്മ പോലും ഈ വിവരം അറിഞ്ഞത്. കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതിരുന്ന അമ്മ ഒപ്പമുണ്ടായിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെയും കുമ്മനത്തെ നാട്ടുകാരെയും വിവരം അറിയിച്ചു. തുടർന്ന് നാട്ടുകാർ പോലീസിൽ വിളിച്ചറിയിക്കുകയായിരുന്നു. പോലീസ് എത്തുന്നതിന് മുൻപ് കുഞ്ഞിനെ വാങ്ങാനെത്തിയവർ രക്ഷപ്പെട്ടു. കഴിഞ്ഞ 3 മാസമായി കുമ്മനം അടക്കണ്ടയിലുള്ള അഷ്റഫിന്റെ വാടക വീട്ടിലാണ് ഇയാൾ കുടുംബത്തോടൊപ്പം താമസിക്കുന്നത്. നിർമ്മാണ തൊഴിലാളികളായ മറ്റ് 12 പേർ കൂടി ഈ വീട്ടിൽ താമസിക്കുന്നുണ്ട്. മറ്റുള്ളവരാണ് ഇയാളുടെ ചിലവുകൾ വഹിച്ചിരുന്നത്. ഇതിനിടയിലാണ് ഇയാൾ നാട്ടിൽ നിന്നും ഭാര്യയെയും കുട്ടികളെയും കൂട്ടിക്കൊണ്ടുവന്നത്. ഭാര്യയും മക്കളും എത്തിയതോടെ അവരുടെ ചിലവുകൾ കൂടി നോക്കിയിരുന്നത് മറ്റുള്ളവരായിരുന്നു. നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് കുഞ്ഞിന്റെ അച്ഛനെ പോലീസ് ഉടൻ തന്നെ കസ്റ്റഡിയിലെടുത്തു. ഇയാളെ ചോദ്യം ചെയ്തതിലൂടെയാണ് ഇടനിലക്കാരനായ ഡാനിഷ്, കുഞ്ഞിനെ വാങ്ങാനെത്തിയ അർമാൻ എന്നിവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചത്. തുടർന്ന് ഇവരെ ഈരാറ്റുപേട്ടയിൽ നിന്ന് പോലീസ് പിടികൂടി. വിശദമായ ചോദ്യം ചെയ്യലിൽ 3 പേരും കുഞ്ഞിനെ വിൽക്കാൻ ശ്രമിച്ച കാര്യം സമ്മതിച്ചിട്ടുണ്ട്. 3 പെൺകുട്ടികൾ മാത്രമുള്ളതിനാലാണ് ആൺകുട്ടിയെ വാങ്ങാൻ ശ്രമിച്ചത് എന്നാണ് അർമാൻ പോലീസിന് നൽകിയ മൊഴി. കുഞ്ഞിന്റെ അച്ഛൻ കൃത്യമായി ജോലിക്ക് പോകാതെ മദ്യപിച്ച് നടക്കുന്നയാളാണ് എന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇയാൾ പലരിൽ നിന്നും പണം കടം വാങ്ങിയിരുന്നു. കടം കൊടുത്തവർ പ്രശ്നമുണ്ടാക്കുമെന്നതിനാലാണ് കുഞ്ഞിനെ വിറ്റ് കടം വീട്ടാൻ ഇയാൾ തീരുമാനമെടുത്തത്. ഇന്നലെ രാവിലെ തന്നെ കുഞ്ഞിനെ വാങ്ങാൻ അർമാൻ എത്തി. ഇയാൾ ഈരാറ്റുപേട്ടയിൽ ജോലി ചെയ്യുന്നുണ്ട്. നേരത്തെ 2 തവണ ഇവർ ആൺകുഞ്ഞിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും അവസാന നിമിഷം പാളുകയായിരുന്നു. അതിനാൽ ഇത്തവണ വളരെ ശ്രദ്ധയോടും അതീവ രഹസ്യ സ്വഭാവത്തോടും കൂടിയായിരുന്നു നീക്കങ്ങൾ. രാവിലെ വീട്ടിലെത്തി പിതാവിനെ കണ്ട് ബാക്കി പണം കൈമാറി കുട്ടിയുമായി പോകാനായിരുന്നു ഇവരുടെ ലക്ഷ്യം. എന്നാൽ അസം സ്വദേശികളിൽ നിന്നും വിവരം ലഭിച്ച അൻസിൽ പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരും പോലീസും വീട്ടിലെത്തി കുഞ്ഞിന്റെ പിതാവിനെ രാവിലെ തന്നെ പിടികൂടി. വീട് വാടകയ്ക്ക് നൽകിയ അഷ്റഫും ഇവർക്കൊപ്പം നിന്നു. കുഞ്ഞിന്റെ പിതാവിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വാടക വീടിന് തൊട്ടടുത്തുള്ള ബാർബർ ഷോപ്പിൽ നിന്ന് ഡാനിഷിനെ പിടികൂടിയത്. അർമാൻ പ്രദേശത്തുണ്ട് എന്ന ഇയാൾ മൊഴി നൽകിയെങ്കിലും അപ്പോൾ കിട്ടിയിരുന്നില്ല. ഇതിനിടെ സംഭവ സ്ഥലത്തു നിന്നും 3 കിലോമീറ്റർ മാറി വഴിയരികിൽ നിന്ന് അർമാനെയും പോലീസ് കണ്ടെത്തുകയായിരുന്നു.